ഞാൻ കണ്ണൂരിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഹിന്ദു ആണ്. എനിക്കപ്പം എല്ലാ കാര്യമൊന്നും കറക്റ്റ് അറിയില്ല. ഇതെൻ്റെ ഫ്രണ്ട് റെനി. ഞങ്ങൾ നഴ്സിങ്ങിന് പഠിക്കുന്നതാണ് കണ്ണൂർ. അപ്പോൾ റെനിയാണ് എനിക്ക് കൃപാസന മാതാവിനെ പറ്റി പറഞ്ഞൊക്കെ തരുന്നത്. അപ്പം ഞങ്ങൾ രാവിലെ വെളുപ്പിനൊക്കെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും. ഞങ്ങൾ വൈകുന്നേരം സ്വർഗസ്ഥനായ പിതാവ്, എനിക്കത് പറയാൻ കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ട് സ്വർഗസ്ഥനായ പിതാവൊക്കെ ഞങ്ങൾ ചൊല്ലും. പിന്നെ സാക്ഷ്യങ്ങളൊക്കെ ഞങ്ങൾ യൂട്യൂബിലുള്ള അതെല്ലാം കാണും. പിന്നെ ഫോണിൽ ബൈബിൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതെല്ലാം ചൊല്ലും. അരമണിക്കൂറും അങ്ങനെയൊക്കെ ഇരുന്ന് ചൊല്ലും ചില സമയം പോലെ. പക്ഷെ ഞാൻ ഉടമ്പടി ഒന്നും എടുത്തിട്ടില്ല. പക്ഷെ ഉടമ്പടി എടുത്ത പോലെ തന്നെ എല്ലാം ഫോളോ ചെയ്യുമായിരുന്നു. അപ്പം എൻ്റെ എക്സാം ആയ സമയത്ത് എനിക്ക് നല്ലോണം ഫസ്റ്റ് ഇയർ ഞാൻ ഒരു ബെസ്റ്റ് അക്കാഡമിക് പെർഫോമർ ആയിരുന്നു. പക്ഷെ രണ്ടാമത്തെ എക്സാം എഴുതിയപ്പോൾ എനിക്ക് ഒന്നും എഴുതാൻ പറ്റുന്നില്ല. ഞാൻ എഴുതിയെല്ലാം വന്ന് വീട്ടിലെല്ലാം ഇവിടെ ഹോസ്റ്റലിലെല്ലാം വന്നു കഴിഞ്ഞപ്പം ഞാൻ അമ്മേനെ വിളിച്ച് കുറേ കരഞ്ഞു. അമ്മ എനിക്ക് പറ്റണില്ല, ഞാൻ തോറ്റു എന്നാണ് തോന്നണേ, എനിക്കിനി ആവും തോന്നില്ല, ഞാൻ നിർത്തുക, അങ്ങനെയൊക്കെ എനിക്ക് പറഞ്ഞു. സത്യത്തിൽ എനിക്ക് നാണക്കേടാണ്. തോറ്റെങ്കിൽ പോയാലോ, ആദ്യത്തെ വർഷം നല്ലോണം പഠിച്ചിട്ട് രണ്ടാമത്തെ വർഷം മോശമായാലോ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര സങ്കടം. അപ്പോൾ അമ്മ പറഞ്ഞു, ഇല്ല നീ നല്ലോണം പ്രാർത്ഥിക്ക്, നീ പ്രാർത്ഥിച്ചാൽ നടക്കും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ഞാൻ നല്ലോണം പ്രാർത്ഥിക്കാൻ തുടങ്ങി. പോകുന്ന വഴിക്കും വരുന്ന വഴിക്കും എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. എക്സാമിന് കയറുന്നതിൻ്റെ മുന്നേ എല്ലാം ഞാനിരുന്ന് ഭയങ്കര പ്രാർത്ഥിക്കും. അപ്പം ഞാനിങ്ങനെ അച്ഛൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, വിശ്വാസ പ്രമാണം ചൊല്ലണം. വിശ്വാസ പ്രമാണമൊക്കെ ഞാൻ കാണാതെ പഠിച്ചു. എനിക്ക് ഞാൻ കയറുന്നതിന് മുന്നേ ഭയങ്കര പ്രാർത്ഥന ആയിരിക്കും. അപ്പം മാഡം എന്നോട് പറയും, പ്രവീണ ഇങ്ങനെ പ്രാർത്ഥിക്കണ്ട, പഠിച്ച കാര്യമൊക്കെ റിവൈസ് ചെയ്യ്, ഇങ്ങനെ പേടിക്കാതെ എന്നൊക്കെ പറയും. പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ഞാൻ എക്സാം എഴുതി. എനിക്ക് റിസൾട്ട് വന്നപ്പോൾ എനിക്കറിയില്ല എങ്ങനെയാണെന്ന്. എനിക്ക് ഡിസ്റ്റിങ്ഷൻ കിട്ടി. എനിക്കത് എങ്ങനെയാണ് സംഭവിച്ചത് എനിക്കൊന്നും അറിയില്ല. എന്താ മിറാക്കിളാണ് ഉണ്ടായി. പക്ഷെ ഞാൻ പേപ്പറിലൊന്നും എഴുതിയിട്ടില്ല. എൻ്റെ അമ്മയ്ക്കറിയാം, ഇവർ കണ്ടിട്ടുണ്ട് ഞാൻ കിടന്ന് കരയണത്. അപ്പോൾ പിള്ളേരൊക്കെ എന്നോട് പറയും, നീ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ കിടന്ന് കരയണേ എന്നാണ്. റിസൾട്ട് വന്നപ്പം അങ്ങനെ അടിപൊളി മാർക്ക്. അത് കഴിഞ്ഞപ്പോൾ നമുക്ക് ബെസ്റ്റ് അക്കാഡമിക് പെർഫോമർ സമ്മാനമുണ്ട്. അപ്പം പക്ഷെ 1% ഞാൻ രണ്ടാമതായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞ ഉള്ളിലൊരു ഇതുണ്ട്, മാതാവിനൊക്കെ പ്രാർത്ഥിച്ച് എന്നിട്ടും ആദ്യത്തെ വർഷം കിട്ടിയല്ലോ, രണ്ടാമത്തെ വർഷം പോയില്ലേ, നാണക്കേടായല്ലോ, ടീച്ചേഴ്സിൻ്റെ മുഖത്ത് എങ്ങനെയാണ് നോക്കുക എന്നൊക്കെ ഉള്ളിലൊരിതുണ്ട്. പക്ഷെ പുറത്ത് ഞാൻ കാണിച്ചിട്ടില്ല. അങ്ങനെയെല്ലാം മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, സങ്കടമുണ്ട്. പക്ഷേങ്കിൽ മാഡം വിളിച്ച സമയത്ത്, അക്കാഡമിക് പെർഫോമർ വിളിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിൻ്റെ ഫസ്റ്റത്തെ അക്കാഡമിക് പെർഫോമറും രണ്ടാമത്തെ വർഷം സെക്കൻഡ് കിട്ടിയ അക്കാഡമിക് പെർഫോമറും ഒരുമിച്ച് വിളിച്ച്. അപ്പോൾ കുറേ പാരൻസും കുട്ടികളും ഫസ്റ്റ് ഇയേഴ്സൊക്കെ വന്നിട്ടുണ്ട്. അവരൊക്കെ നോക്കുമ്പോൾ ഞാൻ 2 വട്ടം ഇങ്ങനെ കയറി ഇറങ്ങാം. വാങ്ങിയവരൊക്കെ 1 വട്ടം വാങ്ങിയുള്ളൂ, എനിക്ക് മാത്രം 2 വട്ടം. അപ്പോൾ ഞാനിങ്ങനെ വിചാരിച്ചു, എൻ്റെ മാതാവ് എപ്പോൾ ഉയർത്തി നമ്മളെ കാണിക്കാൻ വേണ്ടി മാതാവ് ഇങ്ങനെ സഹായിച്ചുകൊണ്ടിരിക്കാൻ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. സത്യം പറഞ്ഞാൽ അത് കിട്ടൂല. ആദ്യത്തെ വർഷം ഒന്ന് കിട്ടിയതാണ്. പക്ഷെ രണ്ടാമത്തെ വർഷം വന്നപ്പോൾ പിന്നെ 2 വട്ടം വിളിച്ച് 2 വട്ടം എനിക്ക് കിട്ടി. അതെനിക്ക് ഭയങ്കര സന്തോഷമായി. അതിൻ്റെ വീഡിയോസ് എല്ലാം ചേച്ചിയും അമ്മയെല്ലാം സ്റ്റാറ്റസ് ഇട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ബന്ധുക്കളെല്ലാം വിചാരിച്ച് കുട്ടി അത്രയ്ക്ക് പെർഫോമൻസ് കാണിച്ചിട്ടാണല്ലോ അങ്ങനെ 2 വട്ടം കിട്ടിയത്. അപ്പോൾ എനിക്കത് ഭയങ്കര മാതാവിൻ്റെ കടാക്ഷം കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ അത്രയ്ക്ക് എനിക്ക് സന്തോഷം വന്ന്. അതുപോലെ തന്നെ എക്സാമിന് പഠിക്കണ ഒരു സമയത്ത് എനിക്ക് ഈ വയറിൻ്റെ ഇവിടെ ഒരു മുഴ പോലൊരു സംഭവം. അപ്പം ഞാൻ ഫ്രണ്ട്സിനെല്ലാം കാണിച്ച്, എനിക്ക് തോന്നണയാണോ, ഞാൻ എന്നിട്ട് ഇവരോട് പറഞ്ഞു, ഒന്ന് പാൽപ്പേറ്റ് ചെയ്ത് നോക്കിയിട്ട് പറ, എനിക്ക് തോന്നണയാണോ എന്ന് അറിയത്തില്ല. അപ്പം ഇവരെല്ലാം പറഞ്ഞു, പ്രവീണ നീ നല്ലോണം പ്രാർത്ഥിക്ക്, നീ നല്ലോണം പ്രാർത്ഥിച്ചാൽ ശരിയാവൂടി എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരു കുട്ടി ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇവിടെ വന്ന്. അപ്പോൾ അവൾ വന്ന് എനിക്ക് തൈലം തൂത്ത് തന്നിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ആ സമയത്ത് അത് കംപ്ലീറ്റ് മാറി. അതേപോലെ തന്നെ എൻ്റെ ഒരു കസിൻ ഉണ്ടായിരുന്നു. അപ്പോൾ കസിൻ എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ ഹിന്ദുക്കളായതുകൊണ്ട് അവരിതിൽ വിശ്വസിക്കുമ്പം അവരെല്ലാം നെഗറ്റീവ് അടിക്കും, നിൻ്റെ ഓരോ ഇതാണ്, നീ വെറുതെ ഇതാക്കാൻ നിൽക്കരുത് അങ്ങനെയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു, ഇല്ല, ഇത് ശരിക്കും സത്യമാണ്, മാതാവുണ്ട്, എനിക്ക് എല്ലാ കാര്യവും സാധിച്ചു തരുന്നുണ്ട്, ചേട്ടായി വേണേൽ ബെറ്റിട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടായിക്ക് ഇസ്രായേലിൽ പോകണം. അപ്പോൾ ഇസ്രായേലിൽ പോകാൻ വേണ്ടിയിട്ട് ഈ ചേട്ടായി ഏതിന് പോയാലും സത്യത്തിൽ മുടക്കാം, ഒരിക്കലും നടക്കൂല. ചേട്ടായിൻ്റെ ആദ്യം ഒരിക്കൽ പുറത്ത് പോകാൻ നോക്കിയിട്ട് കുറേ പൈസയെല്ലാം പോയായിരുന്നു. അപ്പം ഞാൻ ചേട്ടായിട്ട് പറഞ്ഞു, ചേട്ടായി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്ക്, അച്ഛൻ അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചാൽ എന്തായാലും നടക്കുമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ചേട്ടായി ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ആ കറക്റ്റ് ഡേറ്റിന്
ഇൻ്റർവ്യൂ വന്നു, ചേട്ടായി പാസ്സായി, ചേട്ടായി ഇസ്രായേലിൽ പോയി. പക്ഷെ ചേട്ടായിക്ക് എന്നാലും ഇത് പുള്ളി പഠിച്ചുകൊണ്ടാണ് എല്ലാം കിട്ടിയേ അങ്ങനെ ഒരു വിചാരം ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പുള്ളി ഒരു ട്രോളിക്കകത്ത് ഒരു സർട്ടിഫിക്കറ്റ് എല്ലാം വെച്ചിട്ട് ഇത് പൂട്ടിയിരുന്നു. ആ പൂട്ടിയ ട്രോളി എങ്ങനെയാണെന്നറിയില്ല, അതിൻ്റെ ലോക്ക് നമ്പർ തന്നെ മാറിപ്പോയി. കുറേ വട്ടം അവർ കുത്തി ഇത് ശരിയാക്കാൻ വേണ്ടി കുറേ നോക്കി, പക്ഷെ നടക്കുന്നില്ല. സർട്ടിഫിക്കറ്റ് എടുക്കണം, പക്ഷെ നടക്കുന്നില്ല. ചേട്ടായിക്ക് ആകെ ടെൻഷനായി. അപ്പം ലാസ്റ്റ് ചേട്ടാ ഇങ്ങനെ പറഞ്ഞ്, ഏതായാലും ടുട്ടു ഇങ്ങനെ പറയുന്നതല്ലേ, ടുട്ടു ഞാനാണേ, ടുട്ടു പറയുന്നതല്ലേ ഇങ്ങനെ മാതാവിനെ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് പറയണേ അല്ലേ, എന്നൊന്ന് നോക്കിയേക്കാന്ന് വിചാരിച്ചിട്ട് ആ ചേട്ടായി പ്രാർത്ഥിച്ചിട്ട് ഈ ലോക്കിന് ഏതോ ഒരു നമ്പർ, ആ നമ്പർ അടിച്ചു, ആ ഓൺ ദ സ്പോട്ടിൽ ആ ലോക്ക് തുറന്നു. അതോടുകൂടി ചേട്ടായി ഭയങ്കര വിശ്വാസിയായി. അപ്പം ഈ ചേട്ടായി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എല്ലാം പറഞ്ഞ പോലെയൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇത് ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതോടുകൂടി ചേട്ടായി ഉടമ്പടി എടുത്ത് ഭയങ്കര വിശ്വാസിയായി മാറി. ആ ഉടമ്പടി എടുത്ത സമയത്തും കൂടിയാണ് ഈ മുഴ ഉണ്ടായിന്ന് ഞാൻ പറഞ്ഞില്ലേ, ആ കുട്ടി തൈലവും തേച്ച് തന്നിരുന്നു. ചേട്ടായിനെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് പോയതല്ലേ, എന്നിട്ട് ഉടമ്പടി എടുക്കാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചുകൊണ്ട് മാതാവിന് ഇപ്പം എന്നോടായിരിക്കും ദേഷ്യം ഉണ്ടായിട്ടുണ്ടാവുക, അതാ എനിക്ക് മുഴ വന്നതെന്ന് ഞാൻ പറഞ്ഞു. അത് കേട്ടവിടെ ചേട്ടായി പെട്ടെന്ന് ഉടമ്പടി എടുത്ത്. അപ്പം തന്നെ രണ്ടും ഒരേപോലെ ആ തൈലം ഉപയോഗിച്ചിരുന്നു, ചേട്ടായി ഉടമ്പടി എടുത്തു. ഒരേ സമയം തന്നെ ആ മുഴ മാർക്കിട്ട് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. അതുപോലെ ഇപ്പോൾ തേർഡ് ഇയർ എക്സാം ഞാൻ പ്രാർത്ഥന മുടക്കിയില്ല, ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടേ ഇരുന്നു. തേർഡ് ഇയർ എക്സാം ആയി കഴിഞ്ഞപ്പം ഞങ്ങളുടെ ലാസ്റ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ആയിരുന്നു. ക്വസ്റ്റ്യൻ കണ്ടതേ എനിക്ക് ഭയങ്കര സങ്കടമായി. ഞാൻ മാഡത്തിനോട് പറഞ്ഞു, മാം ഇതെനിക്ക് ഒന്നും എനിക്ക് തിരിയുന്നില്ല. ഒരു ക്വസ്റ്റ്യൻ മാറിയപ്പോൾ തന്നെ പിന്നെ പഠിച്ചതൊന്നും എനിക്ക് തിരിയണില്ല, പഠിച്ചതും കൂടെ ഞാൻ മറന്നുപോയി. എസ് എ ക്വസ്റ്റ്യൻ ആണല്ലോ. അപ്പോൾ ഞാനാകെ ടെൻഷനായി. ഞാൻ മാമിനോട് പറഞ്ഞു, മാം എനിക്കൊന്നും തിരിയുന്നില്ല, എനിക്കിത് എഴുതാൻ പറ്റൂല. അതേ മാം അതിന് മുന്നേ ഒരു സംഭവം ഉണ്ടായിരുന്നു. ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു പ്ലാനിങ് എന്ന് പറഞ്ഞിട്ടൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഞാനത് പഠിക്കുന്ന കണ്ടപ്പോൾ പിള്ളേർ എന്നോട് പറഞ്ഞു, ചേച്ചി ഇത് പഠിക്കണ്ട, ഇത് എന്തായാലും വരില്ല, ഇത്രയും വർഷം ഇതുണ്ടായിട്ട് ഇന്ന് വരെ ഈ ക്വസ്റ്റ്യൻ വന്നിട്ടില്ല. ഞാൻ പറഞ്ഞു അത് സാരമില്ല, വെറുതെ വായിച്ചെങ്കിലും വിടാം, വന്നിട്ടുണ്ടെങ്കിലോ എന്ന് പറഞ്ഞു. ലാസ്റ്റ് അവിടെ ചെന്ന് കയറി ഈ ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ക്വസ്റ്റ്യൻ അവർ യൂണിവേഴ്സിറ്റി വിളിച്ച് ക്വസ്റ്റ്യൻ ഔട്ട് ഓഫ് സിലബസ് ആണെങ്കിൽ മാറ്റും. ലാസ്റ്റ് മൊമെൻറ്റിൽ ക്വസ്റ്റ്യൻ മാറ്റി ഞാൻ ആ പഠിച്ച ക്വസ്റ്റ്യൻ വന്ന് ഞാനത് അടിപൊളിയായിട്ട് ഞാൻ എഴുതി. അതുപോലെ തന്നെ ഇത്രയും ഈ തേർഡ് ഇയർ എക്സാം എല്ലാം കയറിയപ്പോൾ മാതാവിൻ്റെ ശക്തി കൊണ്ടാണെന്ന് എനിക്ക് ഉറപ്പാണ്. ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ മാത്രമാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്നത്. തൊട്ട് മുന്നേ ഞങ്ങൾ രണ്ടും കൂടെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെയാണ് ലാസ്റ്റ് മൊമെൻറ്റിൽ ഞങ്ങൾക്ക് എക്സാമായിട്ട് വന്നത്. അത് ഡിസ്കസ് ചെയ്തില്ലേ ചിലപ്പോൾ മറന്നുപോകും. കുറേ ഒരുപാട് പഠിച്ചിട്ട് ചില നേരത്തെ ഒന്നും തിരിയൂല, എന്തൊക്കെയോ എഴുതാൻ തോന്നിപ്പോവും. പക്ഷേങ്കിൽ ആ സമയത്ത് ഞങ്ങൾ ഡിസ്കസ് ചെയ്ത ആ സെയിം ആൻസർ ഞങ്ങൾക്ക് എഴുതാൻ പറ്റി. അങ്ങനെ ഒരുപാട് ദൈവം ഞങ്ങളെ സഹായിച്ചു. അതുകൂടാതെ ഞങ്ങളുടെ കൂടുതൽ കുറച്ച് കുട്ടികൾ സപ്ലി ആയിരുന്നു. അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതും ഇങ്ങനെ നടക്കുന്നതൊക്കെ കാണുമ്പോൾ പിള്ളേർ എന്നോട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിച്ചാൽ എന്തായാലും നടക്കും, ചേച്ചി ഞങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടൊന്ന് പ്രാർത്ഥിക്കുമോ, സപ്ലി റിസൾട്ട് റീവാലുവേഷൻ ചെയ്യും, അപ്പോൾ അത് പാസ്സായി വരാൻ വേണ്ടിയിട്ട് ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാൻ തന്നു. 3 പേരാണെന്ന് എന്നോട് പറഞ്ഞത്. ഞാൻ ആ 3 പേരുടെയും പേര് എഴുതിയിട്ടിട്ട് ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ 3 പേര് മാത്രം റിസൾട്ട് വന്നപ്പോൾ പാസ്സായി. അപ്പോൾ ആദ്യം ഒരു കുറച്ച് പേര് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങ് വെറുതെ വന്ന് ചക്കിയിട്ടപ്പോൾ മൊയിൽ ചെത്തുന്ന പറഞ്ഞ പോലെ വെറുതെ വന്നാണോ എന്നൊക്കെ അവർ പറഞ്ഞു. പക്ഷെ ലാസ്റ്റ് വട്ടം പിന്നെ അതിലൊരു കുട്ടി പോയിരുന്നു. അവൾ ഇതറിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിച്ചിട്ട് ബാക്കി 3 പേര് ജയിച്ചല്ലോ, ചേച്ചി എനിക്കും കൂടെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. ആ കുട്ടിയുടെ പേര് മാത്രം ഞാൻ എഴുതിയിട്ടു, പക്ഷെ ആ കുട്ടിയും ജയിച്ച്. അപ്പം എനിക്കിത് ഉറപ്പായും മാതാവിൻ്റെ ഒരു ഇതും കൊണ്ടല്ലാതെ ഇതൊരിക്കലും നടക്കൂല. എനിക്ക് എങ്ങനെയാണ് ഇത്രയും ദൈവത്തിൻ്റെ അനുഗ്രഹം കിട്ടിയെന്ന് എനിക്ക് അറിയില്ല. എനിക്ക് ഇതെല്ലാം പറഞ്ഞു തന്ന എൻ്റെ ഫ്രണ്ട് ഇനിയിപ്പോഴാണ്. അവളോടും നന്ദി പറയുന്നത്, എൻ്റെ മാതാവിനോട് ഞാൻ നന്ദി പറയുന്നത്, എല്ലാവരോടും ഞാൻ നന്ദി പറയും. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞിട്ടുണ്ട്, ഇതിപ്പം ഉടമ്പടി എടുക്കാതെ കിട്ടിയതാണല്ലോ, ഇത്രയും ഉടമ്പടി എടുക്കാതെ കിട്ടിയപ്പോൾ ഞാൻ അമ്മയെ നേർന്നിരുന്നു, ഞാനിവിടെ വന്ന് സാക്ഷ്യം പറയാം, എനിക്ക് ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ല, പക്ഷെ ഞാൻ സാക്ഷ്യം പറയാമെന്നങ്ങ് പറഞ്ഞു, ഞാൻ ഉടമ്പടി എടുത്തോളാം എന്ന് പറഞ്ഞു. സത്യത്തിൽ ഞാൻ ഇന്നാണ് ഇവിടെ വന്നിട്ട് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് അതിന് അനുവദിച്ച മാതാവിനോട് ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഇപ്പം ഈ ഒരു അൾത്താരയിൽ ഒരുപാട് വിദ്യാർത്ഥിനികളായിട്ടുള്ള ഒരു സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ എത്തുന്നുണ്ട്. അപ്പം നിങ്ങൾക്കറിയാം, ഈ ഒരു കാലഘട്ടത്തിൽ ഏറെ പ്രത്യേകിച്ച് ദൈവാനുഭവം പറയുക എന്നൊക്കെ പറയണത് ഏറെ പ്രത്യേകിച്ച് ഇവരുടെ ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർ ഒരുപാട് പേര് വരുന്നുണ്ട്, ഇനിയും പറയാനായിട്ട് ഇവിടെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം നമുക്കറിയാം, ഒരു യുക്തിയൊക്കെ കയറി അതിൻ്റെ അൾട്ടിമേറ്റത്തിൽ എത്തുന്ന ഒരു സമയമാണ്. അപ്പോൾ ആ ഒരു സമയത്താണ് ഇവരുടെയൊക്കെ വ്യക്തിപരമായിട്ട് ഇപ്പം നമ്മളിപ്പം ഈ സാക്ഷ്യം കേൾക്കുമ്പം ഈ കണ്ണൂരിൽ നിന്നാണ് ഇവർ വരുന്നത്. ഇനിയിപ്പം
അത്രയും ദൂരം ഈ സാക്ഷ്യം പറഞ്ഞ് ഉടമ്പടി എടുക്കാനായിട്ട് വരുമ്പോൾ തന്നെയും അത് വാക്കുകളിൽ പറയുന്നതിനേക്കാൾ അപ്പുറം ഒരു അനുഭവം ഇവർക്കുണ്ട്. അപ്പം ഈ മകൾ തന്നെ ഏതോ ഒരു സാക്ഷ്യത്തിൽ പറഞ്ഞു, ചക്കയിട്ട് മുയൽ ചത്തതല്ല എന്നുള്ള വ്യക്തമായിട്ടൊരു ബോധ്യം. ഇനി നമ്മൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഇതിപ്പോൾ വിശ്വസിക്കാതെ മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ടും കാര്യമില്ല. അതിപ്പം കർത്താവ് ഡയറക്റ്റ് വന്നിട്ട് പോലും വിശ്വസിക്കാത്തൊരു സമൂഹം അന്ന് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് അതിലുണ്ടാകുന്നതിലും വലിയ അത്ഭുതം അടയാളപ്പെടുത്തേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ അങ്ങനെ വ്യക്തമായൊരു ബോധ്യം സ്വന്തം അനുഭവത്തിൽ നിന്ന് പറഞ്ഞു. ഇപ്പോൾ കൂടെ നിൽക്കുന്ന ആളാണ് ഇത് ഡയറക്റ്റ് ചെയ്യുന്നതും ഒരു പക്ഷേ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതും. പക്ഷേ കൂടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെക്കാളും അപ്പുറം കൂടുതൽ അനുഭവങ്ങളിലേക്ക് ഒരാളെ മാതാവ് തന്നെ പിടിച്ചുയർത്തുന്നുള്ള വ്യക്തിപരമായ അനുഭവം. പിന്നെ ഒരു സഹോദരനും അദ്ദേഹം വന്ന് ഉടമ്പടി എടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അത്രത്തോളം പ്രകടമായിട്ട് മാതാവ് ശക്തമായിട്ട് നിൽക്കുന്നുമല്ല, മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണത്തിലേക്ക് ഈ ലോകം മുഴുവനുള്ള ഒരുപാട് പേരെ, നിങ്ങൾക്കറിയാം ഇവിടെ ഡൽഹിയിലും പൂനെയിൽ നിന്നും ഒക്കെ അനുദിനം ഇവിടെ നിന്ന് ഉടമ്പടി എടുക്കാൻ വരുന്നവർ, വിദേശത്തു നിന്ന് ഫ്ലൈറ്റ് പിടിച്ചവർ ഉടമ്പടി എടുക്കാം. അപ്പം മാതാവ് തൻ്റെ ഒരു സ്നേഹത്തിലേക്ക് ആര് കടന്നു വരാൻ ആഗ്രഹിക്കുന്നു അവരൊക്കെ ഈ മണ്ണിൽ വന്ന് ഉടമ്പടി എടുക്കുകയും അതിന് ഇൻഷ്യലായിട്ട് കിട്ടേണ്ട ഒരു മൊമെൻറ്റം എന്നോ ഇൻഷ്യലായിട്ട് കിട്ടേണ്ട ഒരു ബ്ലെസ്സിങ് എന്നോ ഇൻസെൻറ്റീവ്സ് എന്നോ പറയുന്നത് പോലെ അവർ പ്രാർത്ഥിക്കുന്ന നിമിഷം തന്നെ അനുഭവം കിട്ടുന്ന ആദ്യത്തെ അനുഭവമല്ല ഇത്. ഉടമ്പടി എടുത്തതുകൊണ്ട് മാത്രമാണ് ഈ സാക്ഷ്യം നമ്മളിവിടെ പറയിപ്പിക്കുന്നത്. കാരണം അല്ലാതെ തന്നെ ഒരുപാട് പേര് ഇവിടെ നന്ദി പറയാൻ എത്തുന്നുണ്ട്. നമ്മൾ ഉടമ്പടി എടുക്കാത്ത സാക്ഷ്യങ്ങൾ നമ്മൾ പറയിപ്പിക്കില്ല. അല്ലെങ്കിൽ ഇഷ്ടംപോലെ പേര് ഇവിടെ പറയുന്നുണ്ട് മാതാവിൻ്റെയൊക്കെ ഒന്ന് കണ്ടുപോയി പ്രാർത്ഥിച്ചു. പക്ഷേ ഈ സാക്ഷ്യം കേൾക്കുമ്പം നമുക്ക് ബോധ്യപ്പെടും നമ്മൾ അത്രയും ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ദൈവം പറയാനായിട്ട് അനുവദിച്ചു. അതുപോലെ തന്നെ പ്രാർത്ഥനയും ബൈബിളും ജപമാലയും ഒരു പക്ഷേ കൂടെയുള്ള സുഹൃത്തുക്കളുടെ ഇപ്പം ഹോസ്റ്റലുകളിലൊക്കെ ഉടമ്പടി എടുത്തവരുടെ സാന്നിധ്യമൊക്കെ എത്രത്തോളം പവർഫുള്ളാണെന്നൊക്കെ ഇത് കേൾക്കുമ്പം നമുക്ക് ഒരുപാട് സന്തോഷം തോന്നും. കാരണം വളരെ ചെറുപ്പക്കാരുടെ കൂടെ താമസിക്കുന്ന ഇടങ്ങളിൽ കൂട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാവും, നീ പ്രാർത്ഥിക്കടി അത് ശരിയാവുമെന്ന് പറയാൻ തക്കവിധം വിശ്വാസമുള്ള പെൺകുട്ടികൾ ഈ കാലഘട്ടത്തിൽ ഉടമ്പടി എടുത്ത് നല്ല സൂപ്പറായി തീക്ഷ്ണമതികളായിട്ട് നിൽക്കുന്നു. ഇതിപ്പോൾ ഇതല്ല, ഒരുപാട് സാക്ഷ്യങ്ങളുണ്ട് ഈ ഒരു ജേർണലിൽ വായിക്കാനായിട്ട്. അപ്പോൾ ഈ മകളുടെ സാക്ഷ്യം ഇതുപോലെ തന്നെ ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്നും, അപ്പോൾ ഇനിയും ഇതിലും വലിയ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ മാതാവ് ഇത്രത്തോളം ബോധ്യം നൽകിയെങ്കിൽ ഇനിയും മുൻപോട്ട് ഉടമ്പടി യാത്രയിൽ ഒരുപാട് പേരെ ദൈവത്തെങ്കിൽ അടുപ്പിക്കുവാൻ തക്കവിധം ദൈവാനുഭവം പറയുവാനായിട്ട് ഈ മകളെയും മകളുടെ കൂട്ടുകാരെയും എല്ലാം ദൈവം അനുവദിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തും.